നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഡിസംബർ മാസത്തിലെ പെൻഷനായ 2000 രൂപയുടെ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് നാളെ മുതൽ വിതരണം ലഭിക്കുക? പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക? പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെൻഷൻ പണം ബാങ്കിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിധവ പെൻഷൻ വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ കുറിച്ച് പെൻഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പല ആളുകളും നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ടിട്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം നമുക്ക് 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. 3600 രൂപയായിരുന്നു ലഭിച്ചത്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും കഴിഞ്ഞ മാസത്തെ പെൻഷനോട് കൂടി തന്നെ നമ്മുടെ പെൻഷൻ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നു അടുത്ത മാസത്തെ പെൻഷൻ 15-ാം തീയതി നമുക്ക് ലഭിക്കുമെന്നുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഇന്നലത്തോടു കൂടി തന്നെ തീർന്നിട്ടുണ്ട്. നാളെ മുതൽ വീണ്ടും പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരു 4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ പണം ലഭിക്കുന്നതാണ്. ഡിസംബർ മാസത്തിലെ പെൻഷനായ 2000 രൂപയായിരിക്കും നാളെ ലഭിക്കുക. സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്കായിരിക്കും നാളെ പെൻഷൻ ലഭിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട്. അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലം. അത് നവംബർ മാസങ്ങളിലാണ് അത് നൽകേണ്ടത്. അത് നവംബർ മാസം നൽകാത്ത ആളുകൾക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ മാസം നിങ്ങൾ സത്യാമൂലം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സത്യാമൂലം നൽകുക. അത് നിങ്ങൾക്ക് 60 വയസ്സ് എന്നാണോ നിങ്ങൾ കൊടുത്ത രേഖയിലാകുന്നത് ആ സമയം വരെയും നിർബന്ധമായിട്ടും ഈ ഒരു സത്യാമൂലം നൽകേണ്ടി വരും. അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ അന്ന് കഴിഞ്ഞ മാസം പെൻഷൻ മുടങ്ങിയ കുറച്ച് ആളുകളുണ്ട്. പ്രധാനമായും മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. അവർ നിർബന്ധമായിട്ടും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മസ്റ്ററിങ്ങിന് സമയമുണ്ട്. ആ സമയങ്ങളിൽ അവർ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വാർഡുകളിലെല്ലാം പുതിയ മെമ്പർമാർ വന്ന സമയമാണ്. നിങ്ങൾക്കിപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേനയോ അതില്ലെങ്കിൽ ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, പെൻഷൻ പണം 2000 കൂട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ AC സൗകര്യങ്ങളുള്ള ആളുകൾ, 2000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകൾ, അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാത്ത ഭൂമിയുള്ള ആളുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു. ഇങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് വീണ്ടും പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ സാധിക്കും. വാഹനമുള്ള ആളുകളാണെങ്കിൽ അത് ടാക്സിയായി വിടുന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താൽ മതി. ഭൂമിയുടെ കാര്യം പറഞ്ഞിട്ടാണ് അവർ പെൻഷൻ മുടങ്ങുന്നതെങ്കിൽ അത് കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞാൽ മതിയാകും. അങ്ങനെ നിങ്ങൾക്കുള്ള അപ്പീൽ കൂടി ഇവിടെ ബോധിപ്പിക്കാൻ അവസരമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു 3 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കും. സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച വിധവ സ്ത്രീകൾക്കുള്ള പെൻഷൻ 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ അതെങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.